4 ദിവസം നീണ്ട CPIM സംസ്ഥാന സമ്മേളനം പൊതുസമ്മേളനത്തോടെ കൊടിയിറങ്ങി. ബഹുജന റാലിയും റെഡ് വളണ്ടിയർ പരേഡിലുമായി ലക്ഷങ്ങൾ പങ്കെടുത്തു. കൊല്ലം ചുവന്നു തുടുത്തു. ജാതിമത വർണ്ണ വ്യത്യാസമില്ലാതെ മനുഷ്യർ കൈകോർത്ത് ചുവടുവെച്ചു. ആശ്രാമ മൈതാനത്ത് അവരെല്ലാം ഒത്തുചേർന്നു. പൂഴി വീഴാൻ ഇടമില്ലാതെ തിങ്ങിക്കൂടിയ ജനക്കൂട്ടത്തിലൂടെ പ്രിയപ്പെട്ട നേതാക്കൾ അഭിവാദ്യമർപ്പിച്ചു നീങ്ങി. പിണറായി വിജയൻ, പ്രകാശ് കാരാട്ട്, ഗോവിന്ദൻ മാസ്റ്റർ, KN ബാലഗോപാൽ, തൊട്ടുപിറകിൽ MA ബേബി, A വിജയരാഘവൻ എന്നിവർ. റെഡ് വോളണ്ടിയേഴ്സിന്റെ സല്യൂട്ട് പ്രകാശ് കാരാട്ട് സ്വീകരിച്ചു. നാടിന് ഇനിയും ഒരുപാട് മുന്നോട്ട് നീങ്ങണം. അതിന് നിക്ഷേപം കേരളത്തിലേക്ക് വരണം. മുഖ്യമന്ത്രി ജനക്കൂട്ടത്തിനോടായി പറഞ്ഞപ്പോൾ നിറഞ്ഞ ഹർഷാരവം. നമുക്ക് ഇനിയും വളരണം, ഇനിയും മുന്നോട്ട് പോകണം. കേരളത്തിൻ്റെതായ ശരിയായ കരുത്ത് കാണിക്കാൻ തയ്യാറാവണം. ആ കരുത്തുള്ള ഒരു നാടും ജനതയുമാണ് നമ്മുടേത്. ആ ജനതയെ അതിനെ പ്രാപ്തരാക്കുക, ആ രീതിയിൽ അണിനിരത്തുക എന്നതാണ് ഈ സമ്മേളനം ഉദ്ദേശിക്കുന്നത്. CPIM-നെയും LDF-നെയും തകർക്കാൻ നടത്തുന്ന ശ്രമങ്ങളെ ജാഗ്രതയോടെ ചെറുത്തു തോൽപ്പിക്കണമെന്ന് സംസ്ഥാന സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ട MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞു. നമ്മുടെ 5.5 ലക്ഷത്തോളം വരുന്ന പാർട്ടി അംഗങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 38,000-ലധികം വരുന്ന ബ്രാഞ്ചുകളുണ്ട്. 2,444 ലോക്കൽ കമ്മിറ്റികളുണ്ട്. ഈ സംഘടനാ രംഗത്ത് അണിനിരന്ന മുഴുവൻ പാർട്ടി സഖാക്കളെയും പാർട്ടി മെമ്പർമാരെയും പാർട്ടി കേഡർമാരെയും രാഷ്ട്രീയവൽക്കരണത്തിലൂടെ മുന്നോട്ടേക്ക് നയിച്ച് സംഘടനാബോധവും രാഷ്ട്രീയബോധമുള്ളവരാക്കി മാറ്റി തെറ്റായ എല്ലാ പ്രവണതകളിൽ നിന്നും അവരെ മോചിപ്പിച്ച് ഈ നാടിലെ ഏറ്റവും പ്രധാനപ്പെട്ട കരുത്തുറ്റ പാർട്ടി നേതൃത്വമായി നമുക്ക് ഓരോരുത്തർക്കും മാറാൻ സാധിക്കുമ്പോഴാണ് വിശ്വസ്തയോടെ മനുഷ്യർ കാണുന്ന ആൾരൂപമായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതാക്കന്മാർക്കുള്ള അംഗീകാരവും നേതാക്കന്മാർക്കുള്ള സ്വീകാര്യതയും നേടിക്കൊണ്ടാണ് പാർട്ടിക്ക് വളരെ വേഗം വളരാൻ സാധിക്കുക. തുടർന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റിലേക്ക് പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട KK ശൈലജ ടീച്ചറുടെ പ്രസംഗം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആഗ്രഹിക്കുന്നത് സമത്വപൂർണമായൊരു സമീപനമാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ലക്ഷ്യം സോഷ്യലിസമാണ്. തൊഴിലില്ലായ്മക്ക് പരിഹാരം കാണാൻ തന്നെയാണ് കേരള ഗവൺമെൻറ് ശ്രമിക്കുന്നത്. നിക്ഷേപ സമാഹരണത്തിനും വലിയ തോതിൽ മൂലധന നിക്ഷേപത്തിനും ഇട നൽകിക്കൊണ്ട് കേരളത്തിൽ പുതിയ സംരംഭങ്ങൾ വളർത്തിയെടുക്കുന്നതിനും അതുവഴി പുതുതലമുറക്ക് തൊഴിൽ നൽകുന്നതിനും കേരളം തയ്യാറാവുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ ബദൽ സമീപനമെന്ന് നമുക്ക് കാണാൻ സാധിക്കും. ടീച്ചറുടെ പ്രസംഗത്തോടെ CPIM സംസ്ഥാന സമ്മേളനത്തിന്റെ വൻപിച്ച ബഹുജന റാലിക്കും പൊതുസമ്മേളനത്തിനും സമാപനമായി. ചരിത്രം കുറിച്ച സമ്മേളനത്തിന് കൊടിയിറങ്ങി. വാർത്തകളും ദൃശ്യങ്ങളും കൃത്യമായി പ്രേക്ഷകരിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെ ടീം കൈരളിയും സൈൻ ഓഫ് ചെയ്യുന്നു സമ്മേളന നഗരിയിൽ നിന്നും.